നിങ്ങളൊക്കെ തേങ്ങാച്ചോറും നല്ല ബീഫ് ഫ്രൈയും കൂട്ടിയിട്ടുണ്ടോ? കുറച്ച് പരിപ്പും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. തേങ്ങ ചെരുവതും കുറച്ച് ചെറിയ ഉള്ളിയും പാകത്തിന് ഉപ്പൊടി ഇട്ടിട്ട് അതിലോട്ട് നല്ല കഴുകി വൃത്തിയാക്കിയ ഉലുവയും അരിയും കൂടി ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല ബീഫ് ഫ്രൈയും ബീഫ് പൊരിച്ചതും പരിപ്പ് കറിയുണ്ട് ഗൈസ്. അപ്പോൾ വലിയൊരു നല്ല കിട്ടിയ ബീഫ് എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കണമല്ലോ. അപ്പം ദിവസം വിട്ട് ഓരോരോ പരീക്ഷണങ്ങളാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ അടുക്ക് മേത്തലെ വീട്ടിലൊരു പരീക്ഷണം ഇവിടെ എത്തി, കപ്പ ബിരിയാണി ഗൈസ്. അപ്പോൾ എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. നിങ്ങളുടെ വീട്ടിൽ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതായത് പൊരിക്കാൻ വേണ്ടി വെച്ചതാണ് വേവിച്ച് വെച്ച ബീഫ് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതാ സംഭവം സെറ്റായിട്ടുണ്ട്. തേങ്ങാച്ചോറും പരിപ്പ് കറിയും ബീഫ് ഫ്രൈയും ബീഫ് പൊരിച്ചതും നല്ല നാരങ്ങ അച്ചാറും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ സെറ്റാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതിലേക്കും ബൈ ബൈ.